ഭക്തവത്സലയായ ചക്കുളത്തമ്മയുടെ ദേവീക്ഷേത്ര തിരുനടയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കരുണാമയിയായ വനദുർഗയുടെ മുഖ്യോപാസകനായ ശ്രീ രാധാകൃഷ്ണൻ നമ്പൂതിരിയാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. 1951 ചിങ്ങമാസത്തിൽ ഉത്രാടം നക്ഷത്രത്തിലായിരുന്നു ശ്രീ രാധാകൃഷ്ണൻ നമ്പൂതിരി ജനിച്ചത്. പരേതനായ ദാമോദരൻ നമ്പൂതിരിയുടെയും തങ്കമ്മക്കുട്ടി അന്തർജനത്തിന്റെയും നാലാമത്തെ മകനായ ശ്രീ രാധാകൃഷ്ണൻ നമ്പൂതിരി നന്ദി ചെറുപ്പം തൊട്ടേ ദൈവിക കാര്യങ്ങളിൽ ആകൃഷ്ടനായിരുന്നു. ചക്കുളത്തുകാവിനടുത്തുള്ള പട്ടുമന ഇല്ലത്തായിരുന്നു രാധാകൃഷ്ണന്റെ കുട്ടിക്കാലം. മാനവസേവയാണ് മാധവസേവയെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന രാധാകൃഷ്ണനും ഭാര്യ തങ്കമണി അന്തർജനവും ഏകമകൾ മഹേശ്വരിയും ഐത്തോച്ചാടന മദ്യനിരോധന പ്രവർത്തനങ്ങളിൽ സജീവമാണ്. വായനയിലൂടെയും ദേവദത്തമായും സിദ്ധിച്ച ജ്യോതിഷമെന്ന മഹാശാസ്ത്രത്തെ പൊതുജനങ്ങൾക്ക് പകർന്നു നൽകുവാനും രാധാകൃഷ്ണൻ ബദ്ധശ്രദ്ധനാണ്. താമ്പൂല ജ്യോതിഷത്തിലും പ്രശ്നഫല ചിന്തനയിലും പകരം വയ്ക്കാനില്ലാത്ത പ്രതിഭയാണ് ശ്രീ രാധാകൃഷ്ണൻ നമ്പൂതിരി. ഐത്തോച്ചാടനം, ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ, അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരായ സന്ധിയില്ലാത്ത സമരങ്ങൾ, കുട്ടികൾക്കെതിരെ നടക്കുന്ന പീഡനങ്ങൾ എന്നിവയ്ക്കെല്ലാം എതിരെ ശ്രദ്ധേയമായ പോരാട്ടങ്ങൾ ശ്രീ രാധാകൃഷ്ണൻ നടത്തിയിട്ടുണ്ട്. ആധ്യാത്മിക മാർഗത്തിലൂടെ അന്ധവിശ്വാസങ്ങൾക്കെതിരായ സമരം എന്ന തത്വശാസ്ത്രമാണ് ശ്രീ രാധാകൃഷ്ണന്റെ വിശ്വാസ പ്രമാണം. ചക്കുളത്തുകാവിനടുത്തുള്ള നീരേറ്റുപുറത്ത് ശ്രീ രാധാകൃഷ്ണനുണ്ട്. വെറ്റില ജ്യോതിഷത്തിന്റെ മാന്ത്രിക ഭാവങ്ങളുമായി, ഒരു ജീവകാരുണ്യ പ്രവർത്തകന്റെ വിനയാന്വിത ഭാവവുമായി. സമാനതകളില്ലാത്ത വ്യക്തിത്വം, സൗമ്യമായ ഭാവം, മഹാക്ഷേത്ര സന്നിധിയിലെ വെറ്റില ജ്യോതിഷത്തിന്റെ മായിക ഭാവം, ഇതൊക്കെയാണ് ചക്കുളത്ത് തിരുമേനി എന്ന ശ്രീ രാധാകൃഷ്ണൻ നമ്പൂതിരി. പ്രണവത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ ശ്രീ രാധാകൃഷ്ണൻ നമ്പൂതിരിയാണ് നമ്മുടെ അതിഥി. മുൻപൊക്കെ കൂട്ടുകുടുംബ വ്യവസ്ഥ നിലനിന്നിരുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങൾ പലരുടെയും ശ്രദ്ധ ആകർഷിക്കപ്പെട്ടിരുന്നു. അതായത് അപ്പൂപ്പന്മാരോ അമ്മൂമ്മമാരോ ചുറ്റപ്പന്മാരോ ആരെങ്കിലുമൊക്കെ അവരെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ പല പീഡനങ്ങളും പല കുട്ടികളുടെ എതിരെയുള്ള അതിക്രമങ്ങളൊന്നും പണ്ട് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്നത്തെ അവസ്ഥ വളരെയധികം മാറിയിരിക്കുന്നു. അച്ഛനും അമ്മയും രണ്ടു മക്കളും ഒക്കെ അടങ്ങുന്ന ഒരു കുടുംബ വ്യവസ്ഥ വന്നതോടുകൂടി അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്നതും കുട്ടികൾ തനിച്ചാവുന്നതും ഒക്കെ സാധാരണയാണ്. ഇത്തരം അവസ്ഥകളിൽ കുട്ടികളോടുള്ള പീഡനങ്ങളും കുട്ടികളോടുള്ള അതിക്രമങ്ങളും ഒക്കെ വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു. അതേക്കുറിച്ച് എന്താണ് പറയുവാനുള്ളത്? ഒരു കാലയളവിൽ കുഞ്ഞുങ്ങളെന്ന് വെച്ചാൽ ദൈവങ്ങൾക്ക് തുല്യമാണ്. കുഞ്ഞുങ്ങളെ വളരെയധികം സ്നേഹിച്ചിരുന്ന കാലങ്ങൾ. ഒരു കുട്ടിയെ കണ്ടില്ലേ ആ മാതാപിതാക്കൾക്കുണ്ടാകുന്ന വിഷമം. പശുവിനെ അടുത്തുനിന്ന് കിടാവിനെ കൊണ്ടുപോകുമ്പോൾ ആ പശുവിനുള്ള ഒരു ബഹളം, ഒരു ദുഃഖം, അതുപോലായിരുന്നു കുഞ്ഞുങ്ങൾ നമ്മളിന്ന് വേർപെട്ടുണ്ടാകുന്ന അവസ്ഥ. ഇന്ന് കുഞ്ഞുങ്ങൾ നിരപരാധിയായിട്ടുള്ള കുഞ്ഞുങ്ങൾ, ഈ ലോകത്ത് ഒരു തെറ്റും ചെയ്യാത്ത, ഒരു കളങ്കമില്ലാത്ത ഈ കുഞ്ഞുങ്ങൾ നിഷ്ഠൂരമായിട്ട് പീഡിപ്പിക്കപ്പെടുകയും കൊല ചെയ്യപ്പെടുകയും ചെയ്യുകയാണ്. അത് നമുക്ക് ഏത് രംഗത്ത് ചെന്നാലും കാണിക്കാം. ഒരു സർക്കസ് നടത്തുന്ന കൂടാരത്തിൽ ചെന്നാൽ ഈ ഞാണുമ്മേൽ പ്രായമാകാത്ത കുഞ്ഞുങ്ങളെ, അത് പെൺകുട്ടികളായിരുന്നാലും ആൺകുട്ടികളെ, ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് കാണിക്കുന്ന അഭ്യാസങ്ങൾ ഭയാനകവും വളരെ വേദനാജനകവുമാണ്. നമ്മൾ ഈ സർക്കസ് കണ്ട് ഈ കുഞ്ഞുങ്ങളുടെ ആ മരണ പോരാട്ടം കണ്ട് നമ്മൾ കൈയടിക്കുമ്പോൾ നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ടത്, സ്വന്തം കുഞ്ഞാണ് ഇതുപോലൊക്കെ കാണിക്കുന്നെങ്കിൽ ആർക്കെങ്കിലും സന്തോഷിക്കാനോ കൈയടിക്കാനോ ഒക്കുമോ? അപ്പം നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ കുഞ്ഞിൻ്റെ അതേ അവസ്ഥയാണ് കുഞ്ഞിനെ ചിന്തിക്കേണ്ടത്. അപ്പം നമ്മൾ പിന്നെ അത് നിർത്താൻ തയ്യാറാവും. അങ്ങനെയുള്ള സർക്കസ് കമ്പനിക്കാർ എത്രയോ കുഞ്ഞുങ്ങളെ ആരിൽ നിന്നൊക്കെയോ തട്ടിക്കൊണ്ട് വന്നിട്ട് ആ കുഞ്ഞുങ്ങളെ ഏണിയിൽ കൂടി, ഒരിക്കൽ ഞാൻ കാണുകയുണ്ടായി, ഏണിക്ക് ഇതിനകത്തൂടെ കുഞ്ഞിനെ പാമ്പ് പോലക്ക് കയറ്റി ഇറക്കുക. ഒരു കാലത്ത് നമുക്ക് വഴിനീളമുള്ള സർക്കസിലും ഇത് കാണാമായിരുന്നു. കാരണം സ്വന്തം കുഞ്ഞുങ്ങളല്ലിത്, ഇത് ആരുടെയോ കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ട് വന്നിട്ട് അതുങ്ങളെ പീഡിപ്പിച്ച് ഭയങ്കരമായിട്ട് ഉപദ്രവിച്ച് പട്ടിണി കിടത്തി വെള്ളം പോലും കൊടുക്കാതെ അവരെ സർക്കസ് പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഇതിനെതിരായിട്ട് ആരെന്ത് ചെയ്യാൻ സാധിച്ചു? ഒന്നും ചെയ്യുന്നില്ല. ഇപ്പോഴും സർക്കസ് കൂടാരങ്ങളിൽ കൊച്ചു കുഞ്ഞുങ്ങൾ ശിക്ഷിക്കപ്പെടുകയാണ്. നിരവധി കുഞ്ഞുങ്ങൾ ഓരോ സർക്കസിലും ചത്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ജീവിതം പോലും പാഴായി. അതുപോലെ തന്നെ ഭിക്ഷക്കാർ കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ട് പോയിട്ട് ഇവരെ തീ വെച്ച് പൊള്ളിയും കണ്ണ് കുത്തി പൊട്ടിച്ചും അവയവങ്ങൾ ഒടിച്ചു കളഞ്ഞും കുഞ്ഞുങ്ങളെ പട്ടിണിക്കിട്ടും കഞ്ചാവ് കൊടുത്തും കറപ്പ് കൊടുത്തും കുഞ്ഞുങ്ങളെ ഭയാനകമായിട്ട് വികൃതമാക്കി അവരെ ഭിക്ഷയ്ക്കായിട്ട് ഉപയോഗിക്കുകയാണ്.
അവരെ ആ കാല് പോലും മുറിച്ച് കളഞ്ഞ് അടുത്ത സമയത്ത് പേപ്പറിൽ കാണുകയുണ്ട്, കുഞ്ഞിൻ്റെ കാല് മുറിച്ച് കളഞ്ഞിട്ട് പ്ലാസ്റ്റിക് പൈപ്പ് കയറ്റിയിട്ടേച്ച് വെയിലത്ത് കിടത്തും. എന്നിട്ട് കുഞ്ഞ് കരയുന്നില്ലെങ്കിൽ ഇതേ പിടിച്ച് തിരിക്കുമ്പോൾ ഇതുങ്ങൾ കിടന്ന് കരയുകയാണ്, പെട്ടയ്ക്കുകയാണ്. അപ്പോൾ പൈസ ഇട്ട് കൊടുക്കും. അപ്പോൾ കുഞ്ഞുങ്ങളെ ഭിക്ഷയ്ക്കായിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ ഈ കുഞ്ഞുങ്ങളൊന്നും അവരുടെ സ്വന്തം കുഞ്ഞുങ്ങളല്ല. സ്വന്തം കുഞ്ഞുങ്ങളാണെങ്കിൽ പോലും ഭീകരമായിട്ട് ശിക്ഷിക്കപ്പെടുകയാണ് ഈ ഭിക്ഷക്കാരുടെ അടുത്ത്. ചില ക്ഷേത്രങ്ങൾ, പെരുന്നാൾ നടക്കുന്ന പള്ളികൾ, ഇതുപോലുള്ള ചന്തകൾ, ഇതുപോലെ ആൾക്കൂട്ടങ്ങളുണ്ടാകുന്ന സ്ഥലങ്ങളിലൊക്കെ കുഞ്ഞുങ്ങളെ കൊണ്ടുവച്ച് കാശുണ്ടാക്കുന്ന രീതി നമുക്ക് കാണാം. ഈ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്നത് ആരാണ് ശ്രദ്ധിക്കുന്നത്? വരുന്നു, കാണുന്നു, 10 പൈസ ഇട്ട് കൊടുക്കുന്നു, ചിലർ പോകുന്നു. പക്ഷേ ഇങ്ങനെയുള്ള ഭിക്ഷക്കാരെ പ്രോത്സാഹിപ്പിക്കുവാൻ പാടില്ല. ഇങ്ങനെയുള്ള ഭിക്ഷക്കാരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കുകയോ, ഇതിൽ നിന്ന് കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ ഏറ്റവും എളുപ്പമുള്ളൊരു മാർഗം, ഇങ്ങനെ ഭിക്ഷയ്ക്കായിട്ട് നടക്കുന്ന ആൾക്കാരെ സർക്കാരിൻ്റെ ചെലവിൽ മന്ദിരങ്ങളുണ്ടാക്കി അവരെ അവിടെ താമസിപ്പിക്കുകയും അവരുടെ കൂടുള്ള കുട്ടികളെ ബാലഭവൻ പോലൊക്കെയുള്ള അല്ലെങ്കിൽ ശിശുമന്ദിരം പോലൊക്കെയുള്ള കുട്ടികളെ വളർത്തേണ്ടതായ രീതിയിൽ അവരെ വളർത്തുകയും ഭിക്ഷാടനം കർശനമായിട്ട് നിരോധിക്കുകയും ഇതുപോലുള്ള സർക്കസ് കമ്പനികൾ ഉപയോഗിക്കുന്ന കുട്ടികളെ അവരിൽ നിന്നും രക്ഷപ്പെടുത്തി അവരെ അതുപോലെ പാർപ്പിക്കുവാനുള്ള സൗകര്യങ്ങളുണ്ടാക്കി ഒരു കാരണവശാലും ഭിക്ഷയ്ക്ക് അനുവദിക്കാതിരുന്നാൽ അവരെ താമസിക്കാനുള്ള ചുറ്റുപാടും ജോലി ജീവിക്കാനുള്ള കഴിവും സർക്കാർ രീതി, സർക്കാരിൻ്റെ നിയമപ്രകാരം ചെയ്യാമെന്നുണ്ടെങ്കിൽ ഈ കുട്ടികളെ കണ്ടുപിടിക്കുന്നതിനും അവരെ അവരുടെ മാതാപിതാക്കൾക്ക് ഒരു പരിധിവരെ കിട്ടുന്നതിനും ഇവരോടുള്ള ചൂഷണം ഒഴിവാകുന്നതിനും പെട്ടെന്ന് സാധിക്കും. കാരണം ഭിക്ഷാടനം നിരോധിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ കൊണ്ടൊന്നും ചെയ്യാനൊക്കുകയില്ല. കുഞ്ഞുങ്ങളെ ഭിക്ഷക്കാരിൽ നിന്ന് മാറ്റണം കർശനമായിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവരാമെങ്കിൽ. ഇപ്പം ഇങ്ങനെ കുഞ്ഞുങ്ങളെയും കൊണ്ട് നടന്ന് പീഡിപ്പിക്കുന്നവരെയും കുഞ്ഞുങ്ങളെ വിൽക്കുന്നവരെയും ഇവരെ ചൂഷണം ചെയ്ത് ഭിക്ഷാടനം നടത്തുന്നവരെയും അവരെ കൊണ്ട് കണ്ടമാനം പണി ചെയ്യിക്കുന്നവരെയും ബാലവേല ചെയ്യിക്കുന്നവരെയും സർക്കസ് കളിപ്പിക്കുന്നവരൊക്കെ കണ്ടിട്ട് അവരിൽ നിന്ന് കുഞ്ഞുങ്ങളെ, അവരുടെ സ്വന്തം കുഞ്ഞുങ്ങളാണെങ്കിൽ പോലും അവരിങ്ങനെ ഉപദ്രവിക്കുമ്പോൾ അവരിൽ നിന്ന് കുഞ്ഞുങ്ങളെ മാറ്റി കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകം താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ട് മറ്റ് ഭിക്ഷക്കാരെ അവരുടേതായ രീതിയിൽ താമസിപ്പിച്ചാൽ അത് കർശന നിയമത്തിലൂടെ ആയിരിക്കണം. അങ്ങനെയുള്ളവരെ കണ്ടുപിടിക്കാൻ പോലും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, പഞ്ചായത്ത് തലത്തിലുള്ളവർ, വില്ലേജ് ഓഫീസ് തലത്തിലുള്ളവർ, മറ്റ് സാമൂഹിക സംഘടനകൾ, അതുപോലൊക്കെയുള്ള നിയമപരമായിട്ടുള്ള എല്ലാ ആൾക്കാർക്കും അതിനുള്ള ഓർഡർ കൊടുത്തിരിക്കണം. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ കണ്ടുപിടിച്ച് അവരെ എടുക്കുകയും ഭിക്ഷക്കാരെ അവരുടേതായ പാർപ്പിട സൗകര്യങ്ങൾ ഒരുക്കി സർക്കാർ തലത്തിൽ താമസിപ്പിക്കാൻ അവരെ തയ്യാറാകാൻ കർശനമായിട്ടുള്ള ആ നിയമം കൊണ്ടുവന്നാൽ ഈ കുഞ്ഞുങ്ങൾ മുഴുവൻ രക്ഷപ്പെടും. ഇന്ന് കാണുന്ന അക്രമങ്ങൾ, ഈ ഭിക്ഷാടകരെന്ന് പറയുന്ന കഞ്ചാവും ഈ ചരസ് അല്ലെങ്കിൽ ബ്രൗൺ ഷുഗർ അതുപോലുള്ള കറുപ്പും ഒക്കെ ഉപയോഗിച്ച് ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെട്ടിട്ട് ഈ കുഞ്ഞുങ്ങളെ പറിച്ചു കീറുകയാണ്. അവർ ലൈംഗിക ചൂഷണത്തിനായിട്ടും ഭിക്ഷാടനത്തിനായിട്ടുമൊക്കെ കുഞ്ഞുങ്ങളെ ഉപദ്രവിച്ച് ഞെരിച്ച് അവരുടെ കണ്ണും കാലും ഒക്കെ കുത്തിപ്പൊട്ടിച്ച് അവരുടെ കൈകൾ വലിച്ചൂരി അവരുടെ ബുദ്ധി കൂടെ തകർത്ത് അവരെ കണ്ടമാനം പീഡിപ്പിക്കുകയാണ്. പട്ടിയുടെ കൂട്ടി കിടത്തുക, കുഞ്ഞുങ്ങളെ വിഷാംശങ്ങൾ കുടിപ്പിക്കുക, ഈ അവരുടെ ബോധം മറച്ചു കളയുന്ന രീതിയിൽ മാതാപിതാക്കൾ പോലും ആരാണെന്ന് തിരിച്ചറിയാൻ വയ്യാതെ എത്രയോ കുഞ്ഞുങ്ങൾ ഇന്നും ഇരുട്ടറകളിൽ കഴിയുകയാണ്. ഇവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് തിരിച്ചു കൊണ്ടുവരാൻ നമ്മുടെ നിയമങ്ങളൊന്നും ഇതിന് ശരിയായ രീതി തയ്യാറാകുന്നില്ലെന്നാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. നമ്മുടെ നിയമം ശരിയായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാമെന്നുണ്ടെങ്കിൽ എല്ലാ കുഞ്ഞുങ്ങളെയും രക്ഷപ്പെടുത്തിയെടുക്കാൻ സാധിക്കും. അതുപോലുള്ള ശിക്ഷാ മാർഗങ്ങളും അതുപോലുള്ള നിയമങ്ങളും നിയന്ത്രണങ്ങളും കൊണ്ടുവന്നാൽ ഇന്നും ഈ നിയമങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും നമ്മൾ ഹോട്ടലിൽ ചെന്നാൽ കൊച്ചു കുഞ്ഞുങ്ങളാണ് ഇല തൂക്കുന്നതും തൂത്തുവാരുന്നതും കക്കൂസ് കഴുകുന്നതും. ബാലവേല ചെയ്യാനായിട്ട് കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലും കൊണ്ട് ഉപയോഗിക്കുകയാണ്. എത്രയോ കുഞ്ഞുങ്ങളെയാണ് തട്ടിക്കൊണ്ടു പോകുന്നത്. എത്രയോ കുഞ്ഞുങ്ങളെ പലപ്പോഴും ഈ ബാലവേല ചില കുട്ടികൾക്ക് അതൊരു ആശ്വാസം തന്നെയാണ്. ആ ബാലവേലയ്ക്കൊരു പരിധി നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് അതുങ്ങൾ പോകുന്നത്. പഠിക്കാൻ സൗകര്യവും ഭക്ഷണമില്ലായ്മയുടെ പുറത്തും പഠിക്കാനുള്ള സൗകര്യം അവർക്ക് ചെയ്തു കൊടുക്കാത്തതും അതുപോലെ തന്നെ അവർക്ക് സുഖമായി ഒന്ന് അന്തി ഉറങ്ങാനും
മാതാപിതാക്കളുടെ സ്നേഹം കിട്ടാത്തതുമായ കുട്ടികൾ ഇഷ്ടം പോലെ വഴിതെറ്റി പോകുന്നു. പക്ഷെ പഠിക്കുവാനുള്ള സാമ്പത്തികം അഥവാ ഫുഡ് അല്ലെങ്കിൽ അവർക്ക് ജീവിക്കാനുള്ള ചില അവസരങ്ങൾ അതൊക്കെ ബാലവേലയിലൂടെ അവർക്ക് ലഭിക്കുന്നുണ്ട്. അത് തടയുന്നതിലൂടെ കുട്ടികളുടെ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നഷ്ടപ്പെടുകയല്ലേ യഥാർത്ഥത്തിൽ ഉണ്ടാവുന്നത്? അതിനാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ച സർക്കാർ ഈ കുഞ്ഞുങ്ങളെ പാർപ്പിക്കാനുള്ള സൗകര്യം, വിദ്യാഭ്യാസ സൗകര്യങ്ങൾ, അവരുടെ ആശുപത്രി, അവരെ അസുഖം വരുമ്പോൾ അവർ ചികിത്സിക്കാനുള്ള സൗകര്യങ്ങൾ, അതുപോലെ തന്നെ അവർക്ക് വിദ്യാഭ്യാസ സൗകര്യങ്ങൾ, അവർക്ക് ശാന്തമായും സന്തോഷമായും ജീവിക്കാൻ അവർക്ക് സ്നേഹം കിട്ടണം. ഈ കുഞ്ഞുങ്ങൾക്കാരും സ്നേഹം കൊടുക്കുന്നില്ല. വീട്ടിൽ പോലും ക്രൂരമായ പീഡനങ്ങളാണ്. ഓരോ ദിവസം പേപ്പർ എടുക്കുമ്പോൾ സ്വന്തം അച്ഛൻ തന്നെ കുഞ്ഞുങ്ങളുടെ പുറം തല്ലി പൊട്ടിക്കുക, പട്ടിക്കൂട്ടിലിടുക, നീറും കൂട് പൊട്ടിച്ച് അല്ലെ ഉറുമ്പും കൂട്ടിനകത്താക്കി കയറ്റി നിർത്തുക. സ്വന്തം തള്ള പോലും കുഞ്ഞുങ്ങളെ ചില സഞ്ചിക്കകത്താക്കി വല്ലവൻ്റെ വീട്ടുമുറ്റത്ത് കൊണ്ട് വെക്കുക, വഴിയോരത്ത് കൊണ്ട് കളയുക. ഇങ്ങനെ നിരവധി ഈ കുഞ്ഞുങ്ങൾ എന്ത് തെറ്റാണ് നിങ്ങൾ ചെയ്തത്? ഒരു തെറ്റും ചെയ്യാത്ത ഈശ്വരന് തുല്യമായിട്ടുള്ള കുഞ്ഞുങ്ങൾ എന്തുവാണ് അവർ പകച്ചു പോവാണ്, എന്ത് ചെയ്യാൻ കഴിയും? അതിനാണ് സർക്കാർ അതുപോലൊക്കെയുള്ള കുഞ്ഞുങ്ങളെ താമസിപ്പിക്കാൻ പറ്റിയ ഇടങ്ങളുണ്ടാക്കി, പാർപ്പിട സൗകര്യങ്ങളുണ്ടാക്കി. മുമ്പ് പറഞ്ഞവർക്ക് വാത്സല്യവും സ്നേഹവും ഈ കുഞ്ഞുങ്ങൾക്ക് കിട്ടണം. ഇത് കിട്ടാതെ പോകുമ്പോഴാണ് ആഹാരമില്ല, അവനെ വേറൊരാൾ കൂലിവേലയ്ക്ക് വിളിച്ചാൽ പോവും, ഇത് കിട്ടിയില്ലേ മൂട്ടിക്കാൻ പോവും, ഇല്ല അവൻ വേറെ കുത്തി കൊന്നാണേലും എടുക്കും, ഇല്ലെങ്കിൽ ഭീകരപ്രവർത്തനത്തിനാവും പോവും, അല്ല ഗുണ്ടകളായി മാറും. ഇതിനിടം കൊടുക്കുന്നത് തടഞ്ഞുകൊണ്ട് സർക്കാർ ഇവരെ സംരക്ഷിക്കാൻ തയ്യാറാകണം. ഇന്ന് അനാഥ മന്ദിരമാണേലും ശിശുമന്ദിരമാണേലും അത് ഓരോരുത്തരും നടത്തുന്നതാണെങ്കിൽ പോലും അവിടെ പോലും ഈ കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും പീഡനങ്ങളാണ്. അപ്പോൾ ഇതിനെ ചെക്ക് ചെയ്യാനും പരിശോധിക്കാനും സർക്കാർ കർശന നിയമം കൊണ്ടുവന്ന് ഇവിടെ എന്താ നടപ്പാകാത്തത്? എല്ലാം നടപ്പാവും. ഇതുകൊണ്ടാണ് മുമ്പ് നിങ്ങൾ സൂചിപ്പിച്ച പോലെ ഈ കുഞ്ഞുങ്ങൾ ആഹാരം കിട്ടാതെ വരുമ്പം അല്ലെങ്കിൽ വേലയില്ലാതെ വരുമ്പോൾ ആഹാരം കിട്ടാതെ പോകുന്നു, പട്ടിണിയാകുന്നു, വീണ്ടും തെറ്റിലോട്ട് പോകുന്നു. ശരിയാ, അത് വരാതിരിക്കാനാണ് സർക്കാർ ഈ നിയമങ്ങൾ കൊണ്ടുവരേണ്ടത്. പക്ഷെ സർക്കാർ കൊണ്ടുവരുന്നില്ല. എല്ലാം ചെയ്യാമെന്ന് പറയുകയല്ലാതെ ഏത് സർക്കാർ കയറിയാലും സാധുക്കൾക്ക് വലിയ നേട്ടങ്ങളൊന്നും ഇല്ലാതെ പോകുന്ന അവസ്ഥ. നിയമം ഭേദഗതി ചെയ്യണം. നിയമം ഭേദഗതി ചെയ്തുകൊണ്ട് കർശനമായിട്ട് ആദ്യം ചെയ്യേണ്ട ലഹരി വിരുദ്ധമാക്കി തീർക്കണം. ലഹരി എന്ന് പറയുന്നത് കംപ്ലീറ്റ് നമ്മുടെ നാട്ടിൽ ഇന്നത് ദൂരെ കളയണം. ഇന്ന് മുറുക്കാങ്കടകളിൽ ചെന്നാൽ പോലും പാൻ പരാക്കും അതുപോലുള്ള ലഹരി ചേർത്ത ആഹാരം പോലും വിതരണം ചെയ്യുന്ന കടകളുണ്ട്. ഇത് രഹസ്യമായിട്ടും പരസ്യമായിട്ടും ഇവർ കച്ചവടം നടത്തുക. അപ്പോൾ ആഴ്ചയിലൊരിക്കൽ എല്ലാ കടകളും ശ്രദ്ധിക്കാൻ അതാത് പഞ്ചായത്ത് തലങ്ങളിലും അതായത് വില്ലേജ് ഓഫീസുകളിലും അല്ലെങ്കിൽ അതുപോലെയുള്ള പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിനും ഒക്കെ അവർക്ക് ഓർഡർ കൊടുക്കണം. ഒരാൾ കൂടെ കയറി ചെക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള വസ്തുക്കൾ പിടിച്ചെടുക്കാൻ സാധിക്കും. അത് അവിടെ വെച്ച് തന്നെ അവരുടെ മുമ്പിൽ വെച്ച് നശിപ്പിക്കുക, അല്ലെങ്കിൽ അവരുടെ നിയമത്തിന് മുമ്പ് അവർക്ക് ശിക്ഷിക്കപ്പെടണം. എങ്കിലെന്ത് ഇത് കുറവ് വരും. ഇല്ലെങ്കിൽ ഇത് ആരാ ഇത് ഉണ്ടാക്കി വിൽക്കുന്നവന് ഒന്നുകൂടെ പ്രോത്സാഹനം ചെയ്ത് കൊടുക്കുക. ഇവൻ വിറ്റാൽ ആരും ചോദിക്കാനില്ല, അല്ലെങ്കിൽ ചോദിക്കുന്നവനെ ഭീഷണിപ്പെടുത്തുക, അല്ലെങ്കിൽ ഇത് പറഞ്ഞു കൊടുക്കുന്നവനെ ഉപദ്രവിക്കുക, ഒന്നുമല്ല ചെയ്യണ്ടേ. സർക്കാർ തന്നെ നിയമം ഉണ്ടാകണം. ഈ നിയമം പോരാതെ വരുന്നെങ്കിൽ നമ്മുടെ രാജ്യത്തെയും ജനങ്ങളെയും രക്ഷിക്കേണ്ടത് ഒരു രാജ്യത്തിൻ്റെ കടമയാണ്. നമുക്കറിയാം, നമ്മൾ പേപ്പർ വായിച്ചു നമ്മൾ മടക്കി താഴെ വെക്കും. കുഞ്ഞുങ്ങളോട് ചെയ്യുന്ന ക്രൂരമായ ഇന്നത്തെ പേപ്പറിലുണ്ട്. ഡൽഹിയിലെ വീണ്ടും നടന്നിരിക്കുകയാണ്. 6 വയസ്സുള്ള കുഞ്ഞ് മൃതപ്രായമായി കിടക്കുക, പീഡിപ്പിക്കപ്പെട്ടു. ഇവിടെ എന്തുവാ ചെയ്യുന്നത്? യാതൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ശരിയായിട്ടുള്ള ശിക്ഷാമാർഗം അവർക്ക് കിട്ടി എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടണം. ഒരു വിട്ടുവീഴ്ചയില്ലാതെ അവനെ ശിക്ഷിക്കുന്നത് ജനങ്ങൾക്ക് കാണാനുള്ള സൗകര്യം കൂടെ ചെയ്തു കൊടുക്കണം. അപ്പോഴെന്ത് ചെയ്യും? ഭയന്നു പോവും. ഞാൻ ഇന്ന ചെയ്താൽ ശിക്ഷയുണ്ട്. കർശനമായിട്ട് അപ്പോഴപ്പോഴേ ഇത് നീട്ടിക്കൊണ്ട് പോകാതെയും അല്ലെ കൂടുതൽ വഷളാക്കി കളയാതെ ഇപ്പോൾ ഒരു ശിക്ഷ വരുമ്പോൾ അങ്ങ് നീട്ടുകയാണ്. ഭിക്ഷാടനം തടയുന്നതിലൂടെ ഒരു പരിധിവരെ പല അതിക്രമങ്ങളും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും എന്നുള്ളത് സത്യം തന്നെയാണ്. ചക്കുളത്ത് കാവ് ദേവി ക്ഷേത്രത്തിൽ ഭിക്ഷാടനം തടയുന്നതിന് എന്തെല്ലാം മാർഗങ്ങളാണ് സ്വീകരിച്ചിട്ടുള്ളത്? ഞങ്ങൾ സാധാരണ
മൈക്കിൽ കൂടെ വിളിച്ചു പറയും, ഭിക്ഷയ്ക്ക് വേണ്ടി ആര് വന്നാലും ഭിക്ഷ കൊടുക്കരുത്. കാരണം ഞങ്ങൾ പല പ്രാവശ്യം ചെക്ക് ചെയ്തപ്പോഴും ഇവരാരും ഭിക്ഷയ്ക്ക് നടക്കുന്നവരല്ല. മോഷണം, പിടിച്ചുപറി, മദ്യപാനം, ഇങ്ങനെയുള്ള ലഹരി വസ്തുക്കൾക്കൊക്കെ വിൽക്കാനും കൊടുക്കാനും ഒക്കെ ഉള്ള ആൾക്കാരായി ഇവർ ഭിക്ഷക്കാർ മാറുകയാണ്. അപ്പോൾ അത് ഞങ്ങൾ കർശനമായിട്ട് നിരോധിച്ചിട്ടുണ്ട്. ഞങ്ങൾ അറിയാതെ ഇതിനെ ആൾക്കാരെ നിർത്തിച്ചിട്ടുണ്ട്. ക്ഷേത്രപരിസരത്ത് വന്ന് ഞങ്ങൾ തടയും. അതുപോലെ എല്ലാ ഭാഗത്തും ഭിക്ഷാടനം നിരോധിക്കണം. പക്ഷെ ഭിക്ഷക്കാരിൽ നിന്നാണ് കൂടുതലും കുഞ്ഞുങ്ങൾക്ക് ശല്യം ഉണ്ടാകുന്നത്. ഭിക്ഷക്കാരെ നിരോധിക്കും എല്ലാ ഭാഗത്തും. ഒരു കർശനമാണ്. ഇപ്പം ശബരിമല, അതുപോലെ തന്നെ ഓച്ചിറ, അതുപോലെ തന്നെ ധാരാളം സ്ഥലങ്ങളിൽ, പെരുന്നാൾ നടക്കുന്ന പള്ളികളിൽ, അതുപോലെ ജനം കൂടുന്ന പല ഭാഗങ്ങളിലും, ബസ്സുകളിലും ബസ് സ്റ്റോപ്പുകളിലും ഒക്കെ ഇവർ യഥേഷ്ടം വിഹരിക്കുകയാണ് ഈ ഭിക്ഷാടകർ. സത്യത്തിൽ അവർ ഭിക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല, അവർക്ക് ഭിക്ഷയിൽ നിന്ന് കിട്ടുന്ന കാശ് ഈ ലഹരി വസ്തുക്കൾക്കും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്നതിനുമായിട്ടൊക്കെ ഉപയോഗിച്ച് കളയുകയാണ്. അത് കാരണം ഇവർ പല പ്രാവശ്യം പലയിടത്തും ഈ ഭിക്ഷക്കാർ വന്നിട്ട് കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടുപോകുന്ന പല സംഭവങ്ങൾ അടുത്ത കാലത്ത് തന്നെ കുഞ്ഞുങ്ങളെ നഞ്ചിക്കാത്തിട്ടുണ്ട്. പിന്നെ ആൾക്കാർ കൂടി പിടിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെ കർശനമായിട്ട് വിലക്കണം. അത് വിലക്കണമെങ്കിൽ ജനങ്ങളും വിചാരിക്കണം, സർക്കാരും വിചാരിക്കണം. ഇവർ ഞാൻ മുമ്പ് സൂചിപ്പിച്ചവർക്ക് ഭിക്ഷാടകർക്ക് താമസ സൗകര്യം, അവർക്ക് വേല ചെയ്യാനുള്ള സൗകര്യങ്ങളും കർശനമായിട്ട് ഓരോ വാർഡും പഞ്ചായത്ത് തലത്തിലും അത് ഏർപ്പാട് ചെയ്യാമെങ്കിൽ, ആഗോളമായിട്ട് ഭാരതം ഒട്ടാകെ അത് ചെയ്യാമെങ്കിൽ എത്രയോ കുരുന്ന് ജീവൻ രക്ഷപ്പെടും. ഇത്തരം ഭിക്ഷാടനക്കാരെ ഗവൺമെന്റിന്റെ സർക്കാർ സ്ഥാപനങ്ങളിൽ താമസിപ്പിക്കുന്നതിലൂടെ പല പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം കാണാം. പക്ഷെ പലപ്പോഴും ഇത്തരം ഭിക്ഷാടന ആളുകൾ അത്തരം സ്ഥാപനങ്ങളിൽ നിന്നും ചാടിപ്പോവുക പതിവാണ്. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക? ഉണ്ട്. അങ്ങനെ ചാടിപ്പോകുന്നവരെ കർശനമായിട്ട് പിടികൂടിയിട്ട് അവർക്ക് അതിൻ്റേതായ നിയമവശത്തുള്ള ശിക്ഷ തൽക്കാലം കൊടുത്തുകൊണ്ട് അവരെ വസിപ്പിക്കണം. അല്ലാതെ ഭിക്ഷ എടുക്കുന്നവർക്ക് കൊടുക്കരുതെന്നുള്ള ബോധവൽക്കരണം ലഘുലേഖകളിലൂടെയും മാധ്യമങ്ങളിൽ കൂടെയും ഒക്കെ സർക്കാർ അതിന് ബോധവൽക്കരണം തുടങ്ങണം. അതുപോലെ തന്നെ എല്ലാ തലത്തിലും മേൽഘടകം തൊട്ട് താഴെയുള്ള ഘടകങ്ങളിൽ വരെ, പഞ്ചായത്ത് തലം വരെ ഇതിനുള്ള ബോധവൽക്കരണം കൊടുത്തുകൊണ്ട് അവർ പ്രചരണം നടത്തണം. അങ്ങനെയുള്ളവരെ അപ്പം നാട്ടുകാർ പിടികൂടി പോലീസിലേൽപ്പിക്കും. അപ്പോൾ ആ ഭിക്ഷാടനം നിരോധിക്കും. ഇപ്പം തന്നെ വെയിറ്റിംഗ് ഷെഡുകൾ, ഡൽഹി പോലൊക്കെയുള്ള നഗരങ്ങളിൽ ചെന്നാൽ വെയിലത്ത് കിടന്നുകൊണ്ട് കുഞ്ഞുങ്ങൾ പൊരിവെയിൽ കൊള്ളുന്നത് കാണാം. വലിയ വലിയ ടൗൺ ഏരിയകളിലും വലിയ ചുരുക്കി പറഞ്ഞ സെക്രട്ടേറിയറ്റിനടുത്ത് പോലും ഇങ്ങനെയുള്ള ആൾക്കാരെ പിന്നെ കൊച്ചു കുഞ്ഞുങ്ങൾ കിടക്കുകയാണ്. ആരുപോലും ഇല്ലാത്തവരായിട്ട് വലിയ വെയിറ്റിംഗ് ഷെഡുകൾ, പിന്നെ റെയിൽവേ സ്റ്റേഷനുകളിൽ ഇവർക്ക് അച്ഛനാരാ അമ്മയാരാ കൂടപ്പുറപ്പുകളുണ്ടോ എന്ന് പോലും തിരിച്ചറിയാതെ അവരെ വിധിയുടെ ബലിമൃഗങ്ങളായിട്ട് ജീവിക്കുക. പലപ്പോഴും ഭിക്ഷ നൽകുന്നത് ശരിയല്ലെന്നും ഭിക്ഷ കൊടുക്കരുതെന്നൊക്കെ കരുതിയാൽ പോലും ചില ദയനീയമായ ചില അവസ്ഥകൾ കാണുമ്പോൾ നമ്മൾ അറിയാതെ ഭിക്ഷ നൽകി പോകുന്നുണ്ട്. അല്ല, അങ്ങനെ ഭിക്ഷ കൊടുക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പം ഒരാളെ വിവാഹം കഴിക്കാൻ നിവൃത്തിയില്ല, അവർക്ക് നമ്മൾ എന്തെങ്കിലും സഹായം ചെയ്ത് സഹായമാണ്. ആഹാരത്തിന് നിവൃത്തിയില്ല, നമ്മൾ അവർക്ക് ആഹാരം കൊടുക്കുന്നു, അത് സഹായമാണ്. പഠിക്കാൻ നിവൃത്തിയില്ല, അവർക്ക് പഠിക്കാൻ സഹായം ചെയ്യുന്നു. പക്ഷേ ഇവർക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ പോലും ഭിക്ഷ എടുത്തേ ജീവിക്കും. അപ്പം അവരുടെ ഭിക്ഷയല്ല അവരുടെ ലക്ഷ്യം. ഇന്ന് ഭിക്ഷക്കാരെ നോക്കിയാൽ, സന്ധ്യാസമയത്ത് അവരുടെ ക്യാമ്പുകളിൽ ചെന്ന് നോക്കിയാൽ ഭീതിപ്പെടുത്തുന്ന അവസ്ഥയാണ്. കുഞ്ഞുങ്ങളെപ്പോലും അവർ ഉപദ്രവിക്കുന്നത് നേരിട്ട് കാണാം. അങ്ങനെയുള്ളവരെയാണ് പിടിച്ച് നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് അവർക്ക് പുനരധിവാസം ചെയ്യാനുള്ള ഏർപ്പാട് ചെയ്യണം. ചെയ്താൽ അവരുടെ ജീവിതവും ഭദ്രമാകും. അനാവശ്യമായ ചടങ്ങുകൾക്ക് അവർ പോകത്തില്ല. അവരെ നല്ലവരാക്കി ഒരു പരിധി വരെ എടുക്കാൻ സാധിക്കും. നിരപരാധികളായ ഇഷ്ടംപോലെ കുട്ടികൾ രക്ഷിക്കപ്പെടും. ഇങ്ങനെയുള്ള മന്ദിരങ്ങളിൽ വന്ന് കുഞ്ഞുങ്ങളെ, അനാഥശാലകളിൽ വന്ന് കുഞ്ഞുങ്ങളെ അവരുടെ മാതാപിതാക്കൾ കാണാതെ പോയവർക്ക് വന്ന് കാണാനും അവരുടേതായ കുട്ടികളെ തിരിച്ചറിഞ്ഞ് അതിനെ കൊണ്ടുപോകുന്നതിന് അവർക്ക് സാധിക്കും. ഇത്രയും ലളിതമായ ഒരു മാർഗം വേറെയില്ല. തീർച്ചയായിട്ടും നിയമങ്ങൾ ഭേദഗതി വരുത്തുന്നതിലൂടെ പല അതിക്രമങ്ങൾക്കും ഒരു പരിധി വരെ പരിഹാരമാകുമെന്ന് തന്നെ കരുതാമല്ലേ? നിയമം ഭേദഗതി ചെയ്യുമ്പോൾ മാത്രമേ ഇതിനെ രക്ഷിക്കാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. നിയമത്തിനാണ് ബലം. നിയമത്തിൻ്റെ വഴിക്ക് പോകണമെന്നൊരു ശാസ്ത്രം ഉണ്ടെങ്കിലും ആ നിയമം
ശരിയായ രീതിയിലിട്ട് ശിക്ഷിക്കേണ്ടവനെ ശരിയായ രീതിയിൽ ശിക്ഷിച്ചെങ്കിൽ മാത്രമേ രക്ഷിക്കത്തുള്ളൂ. ഇന്നൊരു കുട്ടിയെ ബലാത്സംഗം ചെയ്തല്ലോ, ട്രെയിനിൽ വെച്ചൊരു സ്ത്രീയെ പിന്നെ ബലാത്സംഗം ചെയ്തിട്ട് കൊന്ന് റെയിൽവേ ട്രാക്കിൽ തള്ളുന്നവനെയും തല്ലിക്കൊന്ന് കണ്ടത്തിനകത്തോ ചെളിക്കകത്തോ മൂടിയിട്ടേച്ച് പോകുന്നവനും ഒക്കെ രക്ഷപ്പെടാൻ അവസരം കൊടുത്താൽ, അല്ലെങ്കിൽ അവനെ മറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞ് അവനെ പിന്നെ തൽക്കാലം ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിച്ചിട്ട് ഒരു കുറച്ച് നാൾ കഴിയുമ്പോൾ അവന് നല്ല നടപ്പുണ്ട്, ജാമ്യത്തിലും വിട്ട് അവൻ സുഖമായിട്ടങ്ങ് ജീവിക്കും. അവൻ വീണ്ടും അടുത്ത പടി കൊള്ള ചെയ്യും. ഇപ്പം നമ്മൾ വായിക്കാറുണ്ട്, ഇന്ന കള്ളനെ അല്ലെങ്കിൽ ഇന്ന കൊള്ളക്കാരനെ ഇപ്പോൾ അവൻ വീണ്ടും മോഷ്ടിച്ചിരിക്കുന്നു, ഇതിനു മുമ്പും അവനെ പല പ്രാവശ്യം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പല പ്രാവശ്യം ചെയ്തപ്പോഴും ഇവനെ പിടിച്ചപ്പോഴും എന്തോ ചെയ്തു. ഇപ്പോൾ തന്നെ സൗമ്യ വധക്കേസിലെ ഗോവിന്ദച്ചാമി അയാൾ പോയതിലും വളരെയധികം മെച്ചപ്പെട്ട നിലയിലാണ് അയാളുടെ ശാരീരിക അവസ്ഥ കണ്ടാൽ തന്നെ. ഇതൊക്കെ ഒരു കള്ളനെയും അതിക്രമിയെയും സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രോത്സാഹനമായ ഒരു മാർഗമായിട്ട് തന്നെയാണ് തോന്നുന്നത്. അവൻ്റെ ജയിലിലൊക്കെ കിടന്ന് കൊഴുക്കുകയാണ്. കാരണം ഭക്ഷണം, പിന്നെ ചികിത്സ, അവൻ ചോദിക്കുന്ന ആഹാരമൊക്കെ കൊടുത്ത് അവർക്ക് വളർച്ച. അവൻ്റെ വീട്ടിൽ പോലും ഇത്രയും സുഖസൗകര്യമായിട്ട് ആഹാരം പോലും കിട്ടുകയില്ല. അപ്പോൾ ഇവരെ വെളിയിലോട്ടൊരു പ്രാവശ്യം വിട്ട് അടുത്തവരെ അവൻ കൊല്ലും. പക്ഷെ അവന് നിയമത്തോട് പേടിയില്ലാതായിത്തീരുന്നു. ആ നിയമത്തെ പേടിക്കണം. നിയമത്തിൻ്റെ കീഴിലാണ് ഈ എല്ലാം നിലനിൽക്കുന്നത്. അപ്പോൾ ആ നിയമം കർശനമായിട്ട് കൊണ്ടുപോയാൽ, വിട്ടുവീഴ്ചയില്ലാത്ത നിയമം കൊണ്ടുപോയാൽ, അതിന് നമ്മുടെ നിയമത്തിന് വകുപ്പുകളുണ്ട്, അത് വിചാരിച്ചാൽ നടക്കും. അങ്ങനെ കൊണ്ടുപോയാൽ ഗോവിന്ദച്ചാമിയുടെ കൂട്ടുള്ളവരൊക്കെ അപ്പോഴേ മരിക്കും. കാരണം നീട്ടിക്കൊണ്ടുപോകരുത്. തെറ്റേ അവൻ ചെയ്തു എന്ന് പറഞ്ഞാൽ അതിന് എമർജൻസി ആയിട്ട് ശിക്ഷിക്കപ്പെടണം. അവനെ 10 മാസമോ 10 വർഷമോ ജയിലിലിട്ടിങ്ങനെ ഇട്ടിട്ട് വീണ്ടും അവനെ വെറുതെ വിട്ടാൽ അവൻ അതിനകത്ത് തിന്ന് കൊടുത്ത് ജീവിക്കുകയുള്ളൂ. അവന് ദുഃഖമില്ല. അപ്പോൾ അവനെ ശിക്ഷിക്കണം. ആ ശിക്ഷ നിയമത്തിൽ കൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. പക്ഷേ പലപ്പോഴും ഇത്രയും ഒരു കർശനമായ ഒരു നിയമങ്ങൾ വരുമ്പോൾ അത് പുരുഷന്മാർക്കും എതിരായി വരാറില്ലേ? വന്നോട്ട് ഒരു എന്താ പറയുക, ഒന്നും അറിയില്ലാത്ത ആൾക്കാർക്ക് മറ്റെന്തെങ്കിലും ഒരു ദ്രോഹമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിലൂടെ ഒരു പുരുഷനെ നശിപ്പിക്കാൻ ഇത്രയും നിയമങ്ങൾ യൂസ് ഉണ്ട്. അത് പെണ്ണായാലും ആണായാലും ശിക്ഷ തുല്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, പുരുഷന്മാരുടെ ഒപ്പം തന്നെ സ്ത്രീകളും തെറ്റുകാരുണ്ട് ധാരാളം. അപ്പോൾ അത് ശിക്ഷയ്ക്ക് സ്ത്രീയെന്നോ പുരുഷനെന്നോ ഇല്ല. അവർക്ക് അതിൻ്റേതായ രീതിയിൽ തെറ്റ് ആരുടെ കയ്യിലാണെന്ന് കണ്ടാൽ അവരെ ശിക്ഷിക്കണം. മറ്റെന്തെങ്കിലും ഒരു വൈരാഗ്യമുണ്ടെങ്കിൽ അത് ഈ ഒരു രീതിയിൽ തിരിച്ചുവിടാനും സാധിക്കും. അതിനാണല്ലോ നമ്മൾ അതിൻ്റെ രീതി അന്വേഷിച്ചിട്ടേ അതിന് ചെയ്യത്തുള്ളൂ. അന്വേഷിച്ച് തെറ്റ് ഏത് വശത്താണെന്ന് മനസ്സിലാകണം. അതേസമയം പ്രത്യക്ഷത്തിൽ നമുക്കറിയാം ഇന്ന ആരാണ് ഇത് ചെയ്തത്. നമ്മുടെ ഈ ഒരു ഇന്റർവ്യൂ അവസാനിപ്പിക്കാനുള്ള സമയമായിരിക്കുന്നു. അവസാനമായി പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ള ഒരു കാര്യം, ഈശ്വര ചിന്ത നമ്മൾ മനസ്സിൽ വളർത്തിയെടുക്കുകയും ഈശ്വരബോധം തലമുറകൾക്കുണ്ടാക്കി കൊടുക്കുകയും അവരെ ആധ്യാത്മികമായ ബോധവൽക്കരണത്തിലൂടെ ഒരു നല്ല ജീവിതം ഉണ്ടാക്കിയെടുക്കുവാനും തെറ്റായ രീതിയിൽ നിന്ന് അവരെ സന്മാർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലുള്ള പഠനക്രമങ്ങളും ഉണ്ടാക്കുവാൻ കുടുംബത്തിലും അതിൻ്റേതായ രീതി നമുക്ക് സൃഷ്ടിച്ചെടുക്കണം. അനാവശ്യമായ ആഡംബരങ്ങളും അനാവശ്യമായ ലക്ഷറി സുഖലോലുപമായ ജീവിതങ്ങളും ഒക്കെ മാറ്റി ലളിതമായിട്ട് ജീവിക്കുവാനും പിന്നെ നല്ല കാര്യങ്ങൾ ചെയ്യുവാനുമുള്ള കാര്യങ്ങൾ കുട്ടികളിൽ വളർത്തിയെടുത്ത് അവരെ പ്രാപ്തരാക്കണം. അനാവശ്യമായ വേഷവിധാനങ്ങൾ പോലും കൊച്ചു കുഞ്ഞുങ്ങളിൽ നിന്ന് പോലും ഒഴിവാക്കി അവരെ നമ്മുടെ സാംസ്കാരികമായ ഭാരതീയ സംസ്കാരത്തിൻ്റെ രീതിയിലോട്ട് കൊണ്ടുവരാനും നമ്മുടെ പൈതൃകങ്ങളെ അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുവാനും നമ്മൾ തയ്യാറാകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ സ്നേഹിക്കുവാനും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരെ നമ്മുടെ കുഞ്ഞുങ്ങളാക്കി മാറ്റി അവരെ സ്നേഹിക്കുവാൻ അവരെ സഹായിക്കുവാനും നമ്മൾ തയ്യാറാകുകയും മറ്റുള്ളവരുടെ ദുഃഖത്തിൽ നമ്മൾ പങ്കുചേരുവാനും നമ്മളൊരു കൂട്ടായ തീരുമാനം എടുത്തുകൊണ്ട് ജാതി, മത, വർണ്ണ, രാഷ്ട്രീയ
ചിന്തകളൊന്നുമില്ലാതെ പരസ്പരം കൂട്ടായ്മകൾ ഓരോ ഭാഗത്തും പഞ്ചായത്ത് തലത്തിലും വാർഡ് തലത്തിലും ഉണ്ടാക്കിയെടുത്ത് എല്ലാവരുടെയും ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയെടുക്കുവാൻ നമുക്ക് സാധിക്കുന്നെങ്കിൽ അത് വലിയൊരു അനുഗ്രഹമായിരിക്കും. ഇത്രയും സമയം സ്ത്രീകളോടും കുട്ടികളോടുമുള്ള അതിക്രമങ്ങളെക്കുറിച്ചും അവ തടയുന്നതിനുള്ള മാർഗങ്ങളെക്കുറിച്ചുമൊക്കെ നമ്മളോട് സംസാരിച്ചത് ശ്രീ ചക്കുളത്ത് ദേവീക്ഷേത്രത്തിലെ മുഖ്യ കാര്യദർശിയായ ചക്കുളത്ത് തിരുമേനി എന്നറിയപ്പെടുന്ന ചക്കുളത്ത് ശ്രീ രാധാകൃഷ്ണൻ നമ്പൂതിരിപ്പാടാണ്. ഇന്നത്തെ എപ്പിസോഡ് എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടമായെന്ന് തന്നെ കരുതുന്നു. നന്ദി, നമസ്കാരം.